ശിവഗിരി മഠത്തിൻ്റെ ഒരു നിശ്ചയമനുസരിച്ച് ധർമ്മപ്രചാരകരെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു പരിപാടിയുടെ 3-ാമത്തെ ദിവസമാണ് ഇത്. ഒരു ധർമ്മപ്രചാരകൻ എന്നുള്ള പദവി ധർമ്മം പഠിച്ച് പ്രചരിപ്പിക്കുന്ന എല്ലാവർക്കും അഭിലഷണീയമായ ഒന്നാണ്. എന്നാൽ ധർമ്മപ്രചാരകൻ എന്ന പേരിൽ തന്നെ ഒരു സംഘം ആളുകൾ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഗുരുധർമ്മ പ്രചരണ സഭയുടെ തുടക്കത്തിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിവുള്ളതുപോലെ ഗുരുധർമ്മ പ്രചരണ സഭ രൂപീകൃതമായത് 1981. 1982 സഭയുടെ 1-ാമത് വാർഷികം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടക്കുമ്പോൾ ആ സമ്മേളനത്തിലാണ് ഞാൻ ആദ്യമായി പങ്കെടുക്കുന്നത്. അതിന് തൊട്ടു മുൻപ് SNDP യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയായിരുന്നു ഞാൻ. ആ സ്ഥാനം ഒഴിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ അന്നത്തെ ധർമ്മസംഘം പ്രസിഡൻറ്റ് ശാശ്വതീകാനന്ദ സ്വാമിയുടെ ക്ഷണമനുസരിച്ചാണ് ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ സഭയുടെ ആദ്യത്തെ PRO ആയി എന്നെ നിയോഗിക്കുകയും ഞാൻ ആ പ്രവർത്തന രംഗത്തേക്ക് വരികയും ചെയ്തു. 1995 വരെ സഭയുടെ PRO ആയിരുന്നു. 95 മുതൽ 7 വരെയും 2007 മുതൽ 2010 വരെയും സഭയുടെ രജിസ്ട്രാറായും പിന്നീട് സഭയുടെ ഉപദേശസമിതി കൺവീനർ, ചെയർമാൻ, ഇപ്പോൾ വീണ്ടും ഉപദേശസമിതി അംഗം എന്നീ നിലകളിൽ കഴിഞ്ഞ 42 വർഷമായി ഞാൻ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോരുകയും നിങ്ങളിൽ എനിക്ക് പരിചയമുള്ള ധാരാളം മുഖങ്ങളുണ്ട്. വർഷങ്ങളായി ശിവഗിരിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഒരു വേള ആദ്യമായി ഇത്തരമൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വന്നവരും ഉണ്ടാകാം. ഞാൻ നേരത്തെ വിളിച്ച സുമാരൻ സാറിനോട് അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഒരാളെങ്കിലും ഈ കോഴ്സിൽ പങ്കെടുക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ ധർമ്മപ്രചാരകരായി മാറുവാൻ വേണ്ടി ഇവിടെ നിങ്ങളെ ആദ്യം ഒരു സ്ക്രീനിങ് നടത്തി, ഇൻ്റർവ്യൂ നടത്തി, അതിന് ശേഷമാണ് ഇപ്പോൾ ഈ പരിപാടി. രാവിലെ 4:30 മണിക്ക് ആരംഭിക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 8-9 മണി വരെയെങ്കിലും നീണ്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായും ബൗദ്ധികമായ തളർച്ച കുറച്ചു പേരെയെങ്കിലുമൊക്കെ ബാധിച്ചിട്ടുണ്ടാകാം. എന്ന് മാത്രമല്ല, ഒരാളിൻ്റെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിവര ശേഖരണം 45 മിനിറ്റായിട്ടാണ് സ്കൂളുകളിൽ ക്രമീകരിച്ചിരുന്നത് ഒരു പീരീഡ്. അപ്പോൾ 45 മിനിറ്റിനപ്പുറം നമുക്ക് ആ ഒരു വിഷയം ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. ഇവിടെ നമ്മൾ ആശയവിനിമയം നടത്തുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഡയറക്റ്റ് സ്പീച്ച്, മറ്റൊന്ന് പാർട്ടിസിപ്പേറ്ററി സ്പീച്ച്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ ഞാനൊരു ബന്ധം കൊണ്ടടിക്കുന്നു, നിങ്ങളിൽ ചിലർ പിടിക്കുന്നു, ചിലരുടെ കയ്യിൽ കിട്ടുന്നില്ല, കോർട്ടിന് പുറത്തേക്ക് പോകും. രണ്ടാമത്തേതാകുമ്പോൾ ഞാൻ കളിക്കുന്ന ഗെയിമിൽ നിങ്ങളും കളിക്കും. 2 രീതിയിൽ വാങ്ങാം. അപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും ഞാൻ നിങ്ങളെ കൂടി ചേർത്ത് ഈ കളിയുമായി, കളിയല്ല, ഇതൊരു കാര്യമാണ്, കാര്യം നമ്മൾ കളിയിലൂടെ അവതരിപ്പിക്കുന്നതെന്ന് മാത്രമേ കൊണ്ടുപോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആശയവിനിമയത്തിന് ആദ്യം ഞാൻ ആരെന്നറിയുന്ന പോലെ തന്നെ
നിങ്ങളാരെന്ന് കൂടി അറിയണം. അതുകൊണ്ട് ഇവിടെ ഇതുവരെ നടന്ന രീതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു 10-70 പേരുണ്ട്. അവരോരോരുത്തരും അവരുടെ പേരും ജില്ലയും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റിൽ കൂടുതൽ സമയം അങ്ങനെ സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടാനിടയും. അതുകൊണ്ട് ഇടവേളയിലൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം എന്ന് മാത്രമേ ഇപ്പോൾ പറയുവാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ എന്നോട് സംസാരിക്കുവാൻ പറഞ്ഞ വിഷയം സാമുദായിക സൗഹാർദ്ദമാണ്. ഗുരു സമുദായം എന്ന വാക്ക് ഉപയോഗിച്ചത് മനുഷ്യ സമുദായം എന്ന അർത്ഥത്തിലാണ്. ഗുരു സമുദായം എന്ന വാക്ക് ഉപയോഗിച്ചത് മനുഷ്യ സമുദായം എന്ന അർത്ഥത്തിലാണ്. പിന്നെ നമ്മൾ ഈ സംവരണം പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ കമ്മ്യൂണിറ്റി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള പദമായി എന്ന നിലയ്ക്ക് സമുദായം എന്ന വാക്ക് സ്വീകരിക്കാറുണ്ട്. ഈഴവ സമുദായം, വിശ്വകർമ്മ സമുദായം, ചേരമർ സമുദായം, പുലയ സമുദായം, ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് അത്തരം സമുദായങ്ങൾ തമ്മിലൊന്നും കാര്യമായ സംഘർഷങ്ങളില്ല, ഏറ്റുമുട്ടലുകളില്ല. അതുകൊണ്ട് തന്നെ അതൊരു ചർച്ചാ വിഷയമാകേണ്ടതുമില്ല. അതുകൊണ്ട് ഞാൻ ക്യാൻവാസ് എന്ന് വിശാലമാക്കുകയാണ്. ക്യാൻവാസ് വിശാലമാക്കുന്നതെന്ന് പറയുമ്പോൾ സാമുദായിക സൗഹാർദ്ദം എന്നുള്ളത് മതസൗഹാർദ്ദം എന്ന് വിപുലപ്പെടുത്തുകയാണ്. മതം എന്ന വാക്ക് ആയിട്ട് ബന്ധപ്പെട്ട് ഈ പ്രാന്താലയമായിരുന്ന കേരളത്തെ സ്നേഹാലയമാക്കി മാറ്റിയ ഗുരുവാണ് കേരളത്തിൽ ആദ്യമായി ഒരു മതസൗഹാർദ്ദ സന്ദേശം പുറപ്പെടുവിച്ചത്. ആ സന്ദേശം ഏതാണ്? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം? ആദ്യത്തെ സന്ദേശം അരുവിപ്പുറം, യു ആർ കറക്റ്റ്, 1888 അരുവിപ്പുറം സന്ദേശം. ആ സന്ദേശത്തിൽ എന്താണ് പറയുന്നത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മാതൃകാസ്ഥാനമാമിതെന്നാണ് ഗുരു ഉദ്ദേശിച്ചത്. ആദ്യകാലത്ത് അവിടെ എഴുതിയിരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് മാതൃകാസ്ഥാനമാണിതെന്നാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം. മാതൃകാസ്ഥാനമാണിതെന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് മാത്രമാണ്. മാതൃകാസ്ഥാനമാമിത് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും, വർത്തമാനകാലവും ഭാവികാലവും വരുന്നു. അപ്പോൾ ജാതിഭേദമില്ലാതെ മതദ്വേഷമില്ലാതെ ഏവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം. അങ്ങനെ ഒരു മാതൃകാസ്ഥാനത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കും, യാതൊരു സംശയവുമില്ല, ഇല്ലേ? അപ്പം അതാണ് ഒന്നാം സംശയം. നമുക്ക് ഗുരുവിൻ്റെ വാക്കുകൾ തന്നെ തേടിപ്പോകാം. ഗുരു എഴുതിയ ജാതി നിർണയം, ജാതി നിർണയത്തിലെ 2ാമത്തെ പദ്യം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? 2ാമത്തെ അതിന് തൊട്ടടുത്ത വരിയിൽ അതിന് ഉത്തരവുണ്ട്. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവും ഇല്ലിതിൽ. അങ്ങനെ ഒരു ബയോളജിക്കൽ ഫാക്റ്റ്, ഒരു ജൈവശാസ്ത്രപരമായ ഒരു സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഇപ്പോൾ അത് ലോകം തന്നെ സ്വീകരിച്ചൊരു മുദ്രാവാക്യമായി, അല്ലെങ്കിൽ മഹത്തായ ഒരു സന്ദേശമായി, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു മഹത് വചനമായി മാറിയത്. ആ വാക്കിൽ എത്ര മലയാള വാക്കുകളുണ്ട്, എല്ലാം ലളിതമായ വാക്കുകളാണ്. ജാതി, മതം, ദൈവം, മനുഷ്യൻ, ഒരു, അല്ലേ? ഈ 5 വാക്കുകൾ കൊണ്ട് ഗുരു ഒരു മഹാവാക്യം ഉണ്ടാക്കിയിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അവിടെ മതത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് മതസൗഹാർദ്ദത്തിന് തന്നെ വേറൊരു സന്ദേശം ഇൻഡയറക്റ്റായിട്ട് വരുന്നുണ്ട്. ജാതി ലക്ഷണം. ജാതി ലക്ഷണത്തിലെ 1ാമത്തെ ശ്ലോകം, ഉണർന്ന് പെറും എല്ലാം ഒരിനമാം. ഉണർന്ന് പെറുന്ന എല്ലാം ഒരിനമാണെങ്കിൽ പിന്നെ അവിടെ ജാതിമത ഭേദങ്ങളില്ല, എല്ലാവരും ഒരിനമായി സൗഹാർദ്ദത്തോടെ കഴിയും.
അപ്പോൾ അത് വന്നു. പിന്നെ അടുത്ത ഒരു സന്ദേശം, ഒരു മതസൗഹാർദ്ദ സന്ദേശം. ജീവകാരുണ്യ പഞ്ചകം തുടങ്ങുന്നു. ആദ്യത്തെ വരി, എല്ലാവരും ആത്മസഹോദരർ. ഇപ്പം എല്ലാവരും ആത്മസഹോദരരാകുമ്പോൾ അവിടെയും സംഘർഷങ്ങളില്ല, അവിടെയും സൗഹാർദ്ദമാണുള്ളത്. പിന്നെ ഉള്ളത്, മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി, അല്ലേ? അവിടെ ആർക്കാണ് പ്രാധാന്യം? മതത്തിനാണോ മനുഷ്യനാണോ? അതെ, മനുഷ്യനാണ്. മതത്തിൻ്റെ കാര്യത്തിൽ വളരെ ഒരു സ്ലോ പിച്ചിലാണ് പറയുന്നല്ലേ. മതം ഏതായാലും, വാട്ട് എവർ മേ ബി ദ റിലീജിയൻ, മാൻ മസ്റ്റ് പ്രോഗ്രസ്, അല്ലേ? ഇപ്പം മതം എന്നുള്ളത് ഒരു പ്രധാന വിഷയമല്ല, പ്രധാന വിഷയം മനുഷ്യനാണ്. മതം ഏതായാലും, അങ്ങനെയല്ലേ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സഹോദര പ്രസ്ഥാനത്തിന് ഒരു സ്വല്പം വെള്ളം കുടിച്ചോട്ടെ. സഹോദര പ്രസ്ഥാനം ശക്തി പ്രാപിച്ച് വന്നിരുന്ന ആ കാലത്ത് ധാരാളം എതിർപ്പുകളുണ്ടായി. ധാരാളം എതിർപ്പുണ്ടായി. ആ എതിർപ്പുകളുണ്ടായ ഘട്ടത്തിൽ എതിർപ്പുകളെ തരണം ചെയ്യുവാനുള്ള ഒരു ഒറ്റമൂലി സഹോദരൻ കണ്ടുപിടിച്ചു. അന്ന് സമൂഹമാകെ അംഗീകരിക്കുന്ന ഗുരുദേവൻ്റെ ഒരു സന്ദേശം കിട്ടിയാൽ ആ പിടിവള്ളിയിൽ പിടിച്ചു കയറി മുന്നോട്ട് പോകാം. അപ്പോൾ ഗുരു ആലുവ ആദിവിദാശ്രമത്തിൽ വിശ്രമിക്കുമ്പോൾ സഹോദരൻ ചെന്നു, മുഖം കാണിച്ചു, അഭ്യർത്ഥന നടത്തി. ഒരു സന്ദേശം വേണം സഹോദര പ്രസ്ഥാനത്തിന്. അപ്പോൾ ഗുരു ചോദിച്ചു, എതിർപ്പുകൾ ധാരാളമുണ്ട് അല്ലേ? ഉണ്ട് സ്വാമിജി. എങ്കിലാകട്ടെ, അങ്ങനെ എഴുതി കൊടുത്ത സന്ദേശമാണ്, മനുഷ്യരുടെ മതം, വേഷം, ഭാഷ ഇവ എങ്ങനെയായിരുന്നാലും അന്യോന്യ വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിൽ ദോഷമില്ല. അപ്പോൾ അവിടെ ഈ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം ആ വാക്കുകൾക്കിടയിലൂടെ, വരികൾക്കിടയിലൂടെ നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും, അല്ലേ? ഇത് കേരളത്തിലെ ഒരു സാഹചര്യം. ഇതിങ്ങനെ വാക്കുകളിലൂടെ പറയുക, മഹാന്മാരാകുമ്പോൾ അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഇഴപിരിയാത്ത ബന്ധമുണ്ട്. ഗാന്ധിജിയുടെയും ഗുരുദേവൻ്റെയും കാര്യത്തിൽ അങ്ങനെയാണ്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഗാന്ധി പറഞ്ഞതുപോലെ ഗുരുദേവൻ പറഞ്ഞില്ലെങ്കിലും ഗുരുദേവൻ്റെയും ജീവിതം വാക്കും പ്രവൃത്തിയും തമ്മിൽ ഇഴപിരിയാത്ത ഗാഢമായ ബന്ധമുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ, നമുക്കറിയാം ഗുരുദേവൻ്റെ ശിഷ്യന്മാരിൽ പല സമുദായങ്ങളിൽപ്പെട്ടവരുണ്ട്. ഏറ്റവും ആദ്യത്തെ ശിഷ്യൻ ശിവലിംഗദാസസ്വാമി പൂർവാശ്രമത്തിലെ അയ്യപ്പൻ പിള്ള, കൊച്ചപ്പി പിള്ള. അതിൻ്റെ കുറെ കൂടെ സംസ്കൃതവൽക്കരിച്ച രൂപമാണ് അയ്യപ്പൻ പിള്ള എന്നത്, കൊച്ചപ്പി പിള്ള എന്നുള്ളത്. അദ്ദേഹം മുതൽ ഏറ്റവും ഒടുവിലെ ശിഷ്യൻ ഏണസ്റ്റ് കർക്ക് എന്ന വിദേശി. ആ ശിഷ്യന്മാരുടെ പരമ്പര പരിശോധിച്ചാൽ കാണാം, അവിടെയും വിവിധ മതങ്ങളിൽപ്പെട്ടവരുമുണ്ട്, ജാതികളിൽപ്പെട്ടവർ മാത്രമല്ല. ഏണസ്റ്റ് കർക്ക് ക്രിസ്ത്യാനിയാണ്. അതിന് മുൻപ് ശിഷ്യത്വം കൊടുത്തവർ സവർണരും അവർണരുമുണ്ട്. സിലോണിൽ ചെന്നപ്പോൾ ഗുരുദേവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത് മുഹമ്മദീയ ഇസ്ലാം മതവിശ്വാസിയായ ഖാദറാണ്. ഖാദർ പേര് മാറ്റിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞു അത് തെറ്റാണെന്ന് ഗുരുദേവൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്ന്, ക്രിസ്തു മതത്തിൽ നിന്ന്, ഹിന്ദു മതത്തിൽ നിന്നൊക്കെ ഉള്ള ശിഷ്യന്മാരുണ്ട്. ഇവിടെ സിഖ് മതമോ ജൈന മതമോ ബുദ്ധമതമോ ഒക്കെ കുറേ കൂടി സജീവമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകളും ഗുരുദേവൻ്റെ ശിഷ്യന്മാരായി ഗുരുദേവൻ സ്വീകരിക്കുമായിരുന്നു, അല്ലേ? അതുപോലെ ക്ഷേത്രപ്രതിഷ്ഠയുടെ ഒരു ഘട്ടത്തിൽ
ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ക്രൈസ്തവരോ മുസ്ലിങ്ങളോ അവർക്കൊരു ആരാധനാലയം പണിത് കൊടുക്കണമെന്നതിനോട് ആവശ്യപ്പെട്ടാൽ നാം അതും ചെയ്യും എന്ന് ഗുരുദേവൻ പറഞ്ഞു. അപ്പോൾ അവിടെയും ഗുരുദേവൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം നമുക്ക് കാണാൻ കഴിയും. ഇനി ഗുരുദേവൻ്റെ ശിഷ്യന്മാരിലേക്ക് വന്നാൽ, ഗുരുദേവൻ്റെ വത്സല ശിഷ്യൻ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർ നടരാജഗുരു. നടരാജഗുരു ജർമ്മനിയുടെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലോക മതസമ്മേളനം, ലോക നൈതിക സമ്മേളനം, ആ സമ്മേളനത്തിൽ ഒരു ഡെലിഗേറ്റായി പങ്കെടുത്തു. എന്ന് പറഞ്ഞാൽ ഗുരു തുടങ്ങി വെച്ചത് ശിഷ്യന്മാരിലൂടെ ആവർത്തിക്കുക. അവിടെ നിന്നിങ്ങോട്ട് മോസ്കോയിലും ശാസ്താംകോട്ടയിലും ഏഴിമലയിലും നടന്ന സമ്മേളനങ്ങളിൽ ഗുരു നിത്യചൈതന്യതി നേതൃത്വപരമായ പങ്ക് വഹിച്ചു. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ശിവഗിരി മഠത്തിലെ സ്വാമി ഗീതാനന്ദ മോസ്കോയിൽ നടന്ന ലോക സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ 2007 ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി നടന്ന ഡൽഹിയിലെ തലസ്ഥാന നഗരിയിലെ സമ്മേളനത്തിൽ ലോകമത പാർലമെൻറ്റ്, ആ ലോകമത പാർലമെൻറ്റ് എന്ന ആശയം മുന്നോട്ട് വച്ചത് അന്ന് തീർത്ഥാടന പ്ലാറ്റിനം ജൂബിലി കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി. 2007 കാര്യമാണ്. 2007 കഴിഞ്ഞു. 2024 അന്നത്തെ പ്ലാറ്റിനം ജൂബിലി കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡൻ്റായി ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിന് ശതാബ്ദിയായി 2024 ആ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം എന്ന നിലയ്ക്ക് വത്തിക്കാനിൽ നടന്ന ലോകമത സമ്മേളനം, ലോകമത പാർലമെൻറ്റ്, ആ ലോകമത പാർലമെൻറ്റിന് നേതൃത്വം കൊടുത്തതും ഗുരുദേവ ശിഷ്യ പരമ്പരയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഗുരുദേവനിരുന്ന ആസനസ്ഥനായിരുന്ന കസേരയിലിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമി. അപ്പോൾ മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് ഒരു തുടർ പരമ്പര ഗുരുദേവനിൽ തുടങ്ങി ശിഷ്യന്മാരിൽ എത്തി നിൽക്കുന്ന ഒരു തുടർ പരമ്പരയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് ലോക സാഹചര്യങ്ങളിലേക്ക് വരാം. ലോക സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ ലോകത്താകെ മതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. പ്രധാനമായും ക്രൈസ്തവ മേധാവിത്വമുള്ള രാജ്യങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ ഒരു പരമ്പരയായി നടന്നുകൊണ്ടിരിക്കും. ഭാരതത്തിലേക്ക് വന്നാൽ ഉത്തർപ്രദേശിൽ ഉത്ഭവിച്ച രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കം ഇവിടെ മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സംഭവമായിരുന്നു. മറ്റൊന്ന് ഗുജറാത്ത് കലാപം, അവിടെയും അതാണ് കണ്ടത്. ഇപ്പോൾ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം, സ്വാതന്ത്ര്യപ്രാപ്തിയുടെ കാലം മുതൽ ഇന്നോളം ഉണങ്ങാത്ത മുറിവ് പോലെ നിൽക്കുന്ന കാശ്മീർ പ്രശ്നം. ഇങ്ങനെ ദേശീയ തലത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ തലശ്ശേരിയിലുണ്ടായ വർഗീയ കലാപം, മാറാട് കലാപം, അതിനു മുമ്പ് ഈ രണ്ട് സംഭവങ്ങൾക്ക് മുമ്പ് ഉണ്ടായ നിലയ്ക്കൽ പ്രശ്നം, അയ്യപ്പൻ്റെ പൂങ്കാവനമാണ് നിലയ്ക്കൽ പ്രദേശം എന്ന് അയ്യപ്പ ഭക്തന്മാർ അവകാശവാദം ഉന്നയിക്കുന്നു. അത്
സെന്റ് തോമസ് കേരളത്തിൽ വന്ന കാലം മുതൽ ക്രൈസ്തവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഒരു വാദം ക്രൈസ്തവർ ഉന്നയിക്കും. അങ്ങനെ ഉണ്ടായ നിലയ്ക്കൽ പ്രശ്നം. ആ കാലത്ത് നമ്മുടെ സംസ്ഥാനം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി കെ കരുണാകരനായി. സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഒരു പോസ്റ്റർ അച്ചടിച്ച് ലക്ഷക്കണക്കിന് കോപ്പികൾ അച്ചടിച്ച് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒട്ടിച്ചു. KSRTC സ്റ്റാൻഡിലെ മൂത്രപ്പുരയുടെ ഭിത്തിയിൽ വരെ ഒട്ടിച്ചു. എന്തായിരുന്നു ആ പോസ്റ്ററിലെ സന്ദേശം? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിന് വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇപ്പൊ സ്വാഭാവികമായും ആ ഒരു സന്ദേശം ഒരു സർക്കാർ എടുത്ത് ഉദ്ധരിച്ചാൽ അത് ആരുടെ സന്ദേശമാണെന്ന് കൂടി ചേർക്കണ്ടേ? വേണമല്ലോ. പക്ഷേ സ്നേഹിതരെ, ഞാൻ ആ പോസ്റ്റർ അന്ന് നിരന്തരം യാത്രകൾക്കിടയിൽ എവിടെയെങ്കിലും പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ രണ്ടാമത് അച്ചടിച്ചപ്പോഴെങ്കിലും ഗുരുദേവന്റെ പേര് ചേർത്തിട്ടുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു. ഒരിടത്തും കണ്ടില്ല, ഗുരുദേവന്റെ പേര് കണ്ടില്ല. പക്ഷേ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ജനങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ അവിടെ ഒരു കൈകണ്ട സിദ്ധൌഷധമായി, ഒരൊറ്റമൂലിയായി പ്രയോഗിക്കാൻ കഴിയുന്ന സന്ദേശം മറ്റാരുടേതുമല്ല, നാരായണ ഗുരുവിൻ്റെതാണ്, ശ്രീനാരായണ ഗുരുദേവൻ്റെതാണ് എന്ന് ഭരണകൂടത്തിനറിയാം. അതുകൊണ്ടാണ് ആ സന്ദേശം അവർ ഉദ്ധരിച്ചത്. പക്ഷേ അവിടെ ഗുരുദേവന്റെ പേര് കൂടി ചേർത്താൽ ആർക്കെങ്കിലും ഒക്കെ മേന്മ കിട്ടിപ്പോയെങ്കിലോ എന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ദുഷ്ചിന്തയുടെ ഫലമായിട്ടാണ് ഗുരുദേവന്റെ പേര് ചേർക്കുന്നത്. നമുക്ക് അവരോട് ക്ഷമിക്കാം. അപ്പോ ഇത് കേരളത്തിൽ നിന്ന് പോയി ഭാരതത്തിലെ ഒട്ടാകെ പരിശോധിച്ചാലും ഭാരതത്തിന് വെളിയിലായാലും ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ, ആ ഏകലോക ദർശനത്തിൻ്റെ പിൻപറ്റി സഞ്ചരിച്ചാൽ ഒരിടത്തും മതത്തിൻ്റെ പേരിലുള്ള കലാപങ്ങൾ, കാലുഷ്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം നമ്മുടെ കേരളത്തിൽ അല്ലേ? ഇനി ഗുരുദേവന്റെ വാക്കുകളുടെ സ്വാധീനം, ആ സ്വാധീനം നമുക്ക് ഇവിടെ കേരളത്തിൽ നടന്നിട്ടുള്ള ചില കുടുംബ ജീവിത ബന്ധങ്ങളിൽ കൂടി കാണാൻ. ഒന്നാമത്തേത് കൊലത്തുകാരനായ കൃഷ്ണൻ മുതലാണ്. അദ്ദേഹത്തിൻ്റെ മകനെ പഠിപ്പിച്ചു. മകൻ കേരളത്തിലെ തിരുവിതാംകൂറിലെ BCom പരീക്ഷ പാസ്സായി. ആ മകൻ്റെ പേര് കരുണാകരൻ എന്നാണ്. BCom പരീക്ഷ പാസ്സായപ്പോൾ കരുണാകരൻ BCom. അയാളെ ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്തേക്ക് അയച്ചു. വിദേശത്ത് പോയി ഡിഗ്രിയൊക്കെ എടുത്ത് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അയാൾ ഒറ്റയ്ക്കല്ല വന്നത്, കൂടെ ഒരു മദാമയും. അവരുടെ പേര് മാർഗരറ്റ് എന്നാണ്. ഈ മാർഗരറ്റുമായി ഇവിടെ വന്നപ്പോൾ വീട്ടുകാർക്ക്, അവർ തമ്മിൽ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ വീട്ടുകാർക്ക് കുറച്ചൊക്കെ വൈഷമ്യമുണ്ട്. ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി കൃഷ്ണൻ മുതലാളി കണ്ടുപിടിച്ച ഉപായം ഗുരുദേവന്റെ സമക്ഷത്ത് വന്നത് ഉണർത്തിക്കുക. ഗുരുദേവൻ എല്ലാം കേട്ടു. കൃഷ്ണൻ വൈദ്യരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ ശിവഗിരി ശാരദാമഠത്തിൻ്റെ മുന്നിൽ നടന്ന ആദ്യത്തെ വിവാഹം കരുണാകരൻ BComഉം മാർഗരറ്റ് മദാമയും തമ്മിലുള്ള വിവാഹമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞ ഗുരുവിൻ്റെ സന്ദേശങ്ങളുടെ സ്വാധീനം. അതുവഴി വ്യത്യസ്ത സമുദായങ്ങൾ തമ്മിൽ, വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് തുടക്കം കുറിച്ചതും ശിവഗിരിയുടെ മണിയാണ്. ഇനി 1957 ഒരു ഇടതുപക്ഷ സർക്കാർ ലോക ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പട്ടികയിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നു കേരളത്തിൽ. ആ മന്ത്രിസഭയിലുള്ള 2 പേർ തമ്മിൽ വിവാഹിതരാകുന്നു, 2 മന്ത്രിമാർ. അതിലൊരാൾ ചേർത്തല SNDP യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന രാമൻ്റെ മകൾ ഗൗരി.
മറ്റേയാൾ ആലപ്പുഴക്കാരനായ തോമസ് എന്ന തൊഴിലാളി നേതാവ്. അവർ താമസിച്ചിരുന്ന ബംഗ്ലാവ് സാനിടുവാണ്. ഇപ്പോൾ ഗൗരിയമ്മയുടെയും തോമസിൻ്റെയും ആ വിവാഹം, അവിടെയും ഒരു ക്രൈസ്തവനെ വിവാഹം കഴിക്കുവാനുള്ള ഗൗരിയമ്മയുടെ തീരുമാനത്തിന് പിന്നിൽ തൻ്റെ പിതാവ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ യൂണിയൻ സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലം മുതൽ തൻ്റെ മനസ്സിലുള്ള ഗുരുദേവൻ്റെ ചിത്രവും ഗുരുദേവൻ്റെ ചിന്തകളും ആ മനസ്സിനെ, ഗൗരിയമ്മ എന്ന ആ ചെറുപ്പക്കാരിയുടെ മനസ്സിനെ സ്വാധീനിച്ചില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുന്നു? തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വജാതിയിൽ നിന്നൊരു വിവാഹത്തിനപ്പുറം മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുവാൻ അവർ തയ്യാറായി. ചേർത്തലയിലെ തന്നെ മറ്റൊരു യൂണിയൻ സെക്രട്ടറി കൃഷ്ണൻ, ആ കൃഷ്ണൻ്റെയും ദേവകിയുടെയും മകൻ വയലാർ രവി മേഴ്സിയെ വിവാഹം കഴിച്ചതിൻ്റെ പിന്നിലും രവിയിൽ രൂഢമൂലമായി മാറിയിട്ടുള്ള ശ്രീനാരായണ ചിന്തകളുടെ സ്വാധീനം ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? സഹോദരനയ്യപ്പൻ്റെ മകൻ സുഗതൻ, ഗുരുദേവന്റെ വത്സല ശിഷ്യനായ സഹോദരനയ്യപ്പൻ്റെ മകൻ സുഗതൻ ഒരു വിദേശ വനിതയാണ് വിവാഹം കഴിച്ചത്. അവിടെയും തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയ ശ്രീനാരായണ സന്ദേശങ്ങളുടെ, ആശയങ്ങളുടെ, ആദർശത്തിൻ്റെ സ്ഫുലിംഗം അയാളിൽ ജ്വലിച്ചു നിന്നിരുന്നില്ല എന്നാർക്കെങ്കിലും പറയാൻ കഴിയും? അതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അയാൾ ഒരു മിശ്രവിവാഹത്തിന്, ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ തയ്യാറായി. ദേശാഭിമാനി ടി.K. മാധവൻ ഒരു ജ്വലിക്കുന്ന പന്തം പോലെ ഈ നാടൊട്ടുക്ക് നടന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശില്പി, നായകനായ, ഇന്നിപ്പോൾ ചരിത്രത്തിൽ ചില തമസ്കരണമൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥ ചരിത്രം എഴുതിയിട്ടുള്ളവർക്കറിയാം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നായകൻ ദേശാഭിമാനി ടി.K. മാധവൻ. ടി.K. മാധവൻ്റെ മകൻ ശിവഗിരിയിൽ വന്ന് അദ്ദേഹത്തിന് മരണത്തിന് തൊട്ട് മുമ്പ് വരെ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദ സ്വാമിയുടെ ക്ഷണം സ്വീകരിച്ച് ഡോക്ടർ ബാബു വിജയൻ, ഒരു കാലത്ത് ട്രിവാൻഡ്രം നബർസിൻ്റെ ചെയർമാനൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ ബാബു വിജയൻ, അദ്ദേഹം ഒരു വിദേശ വനിതയാണ് വന്നത്. അവിടെയും ശ്രീനാരായണ സന്ദേശങ്ങളുടെ സ്വാധീനം ബാബുവിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. ഞാൻ അങ്ങനെ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം അവിടെയും അത്തരം വിവാഹ ബന്ധങ്ങളിലൂടെ സംഭവിക്കുന്നതും മതങ്ങൾ തമ്മിലുള്ള വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദം നിലനിൽക്കുക. ഇനി സ്വതന്ത്ര സമുദായം എന്ന തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച സ്വതന്ത്ര സമുദായം എന്ന പുസ്തകം എഴുതിയ വൈക്കത്തെ ഈ മാധവൻ്റെ മക്കൾ ഒരാളല്ല, ഒന്നിലേറെ പേർ, എല്ലാം മിശ്രവിവാഹത്തിലാണ്. തുളസി വിവാഹം കഴിച്ചത് ഒരു വർമ്മയാണ്. ലില്ലി വിവാഹം കഴിച്ചത് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ. സാലി വിവാഹം കഴിച്ചത് അതുപോലെ ഇവരാണ്. തീർന്നില്ല, ഈ മാധവന്റെ കൊച്ചുമകൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കൂത്താട്ടുകുളം മേരി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന, ധാരാളം മർദ്ദനമേറ്റിട്ടുള്ള, സമരങ്ങളിൽ പങ്കെടുത്ത് മർദ്ദനമേറ്റിട്ടുള്ള കൂത്താട്ടുകുളം മേരിയുടെ മകൾ ഷീലയാണ്. അവിടെയും തീരുന്നില്ല, ഈ ഗ്രഹങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ ചെറുപ്പം മുതൽ നമ്മുടെ മനസ്സിനെ ആവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്നതിൻ്റെ പ്രതിധ്വനികൾ എന്ന പോലെ വിനയ വിശ്വത്തിൻ്റെ 2 മക്കൾ, 2 പേരും 2 വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരെയാണ്. തീരുന്നില്ല, ഒരു നിത്യചൈതന്യയുടെ സഹോദരി ഡോക്ടർ സുമംഗലയെ വിവാഹം ചെയ്തത് ഒരു കാലത്ത് കേരളത്തിലെ മന്ത്രിമാരുടെ എല്ലാം ഹൃദയാരോഗ്യ വിദഗ്ധനായിരുന്ന ഡോക്ടർ CK ഗോപി കോട്ടയത്തുകാരൻ. അവരുടെ മകൾ മീരയെ ഞങ്ങളുടെ നാട് കുറിച്ചിക്ക് തൊട്ടിപ്പുറത്തുള്ള തുരുത്തി എന്ന സ്ഥലത്തുള്ള ഒരു ക്രൈസ്തവ കുടുംബാംഗമായ ജോസഫ്. പക്ഷേ അവര് യാഥാസ്ഥിതിക ക്രൈസ്തവരായതുകൊണ്ട് മേരിയാക്കി.
റെക്കാർഡിൽ മേരിയെ മേരിയാക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോഴും അന്ന് ജീവിച്ചിരിക്കുന്ന അമ്മാവൻ ഗുരു നിത്യനെതി അതൊരു വിഷയമായി കണ്ടില്ല. എന്ന് മാത്രമല്ല, ബിഷപ്പ് ആശീർവദിച്ചോടൊപ്പം അതേ വേദിയിൽ ആ പള്ളിയിൽ നിന്നുകൊണ്ട് ഗുരു നിത്യജയനേതിയും ആ നവദമ്പതികളെ, തൻ്റെ അനന്തരവളെയും അവളുടെ ഭാവി വരനെയും ഭർത്താവിനെയും ആശീർവദിക്കുന്നുണ്ട്. ഇത് ഗുരുദേവ ശിഷ്യ പരമ്പരയിൽപ്പെട്ട സന്യാസിമാർക്കല്ലാതെ വേറെ ആർക്കാ സുഹൃത്തുക്കളെ സാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ? ഇപ്പൊ ഇവിടെ ഇത്തരം സംഭവങ്ങളിലൂടെയൊക്കെ ഇതൊക്കെ നമുക്ക് ചെറിയ വിഷയങ്ങളായി, അല്ലെങ്കിൽ ഇവരൊക്കെ തമ്മിലുള്ള വിവാഹവും മത സൗഹാർദ്ദവും തമ്മിൽ എന്ത് ബന്ധമെന്ന് വേണമെങ്കിൽ പ്രഥമ ദൃഷ്ടിയ ചോദിക്കാം. പക്ഷേ കുടുംബങ്ങൾ, വ്യക്തികൾ ചേരുന്നതാണ് കുടുംബം. ആ കുടുംബങ്ങൾ ചേരുന്നതാണ് ഒരു സമൂഹം. ആ സമൂഹം ചേരുന്നതാണ് ഒരു രാജ്യം എന്ന നിലയ്ക്ക് കാണുമ്പോൾ ഇത് അത്ര ചെറിയ കാര്യമല്ല, ഒരു ചെറിയ വലിയ കാര്യം. അതാണ് ഇത്തരം സംഭവങ്ങളുടെ പ്രത്യേകത. അപ്പം ഇങ്ങനെ ഉള്ള അഗാധമായ പഠനം, ഗുരുവിനെക്കുറിച്ച്, ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച് ഉള്ള ആഴത്തിലുള്ള പഠനം നടന്നാൽ, അത് സാർവദേശീയമായി നടന്നാൽ തീർച്ചയായും മതങ്ങൾ തമ്മിൽ സംഘർഷമില്ലാത്ത ഒരവസ്ഥ ലോകമാകെ സംജാതമാണ്. അപ്പം അതിൻ്റെ ചില നേരിയ അടയാളങ്ങൾ, ലാഞ്ചനകൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. ആ വത്തിക്കാനിലെ സമ്മേളനം, അതിനു മുമ്പ് നടരാജഗുരു പാരീസിൽ താമസിക്കുന്ന കാലത്ത് അവിടുത്തെ പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിരുന്ന ലേഖനത്തിൽ തുടങ്ങി ഗുരുവിൻ്റെ ചിന്തകളുടെ സഞ്ചാരം ലോകരാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ആധുനിക കാലത്ത് അത് വളരെ ശക്തമായ രീതിയിൽ അതിൻ്റെ ഒരു പ്രതിസ്ഫുരണം ഉണ്ടായത് വത്തിക്കാൻ സമ്മേളനത്തിൽ മുതലാണ്. ആ സമ്മേളനത്തിൻ്റെ കാരണം ലോകമാകെയുള്ള ഏറ്റവും വലിയൊരു ജനസമൂഹമാണ് കത്തോലിക്ക സമൂഹം. ആ കത്തോലിക്ക സമൂഹത്തിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത അധിപനെന്നോ അല്ലെങ്കിൽ മുഖ്യ ആചാര്യനെന്നോ ഒക്കെ പറയാവുന്ന സാക്ഷാൽ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ നടന്ന ഒരു സമ്മേളനം, ഗുരുവിൻ്റെ സന്ദേശങ്ങളെ കുറിച്ച് അദ്ദേഹം വാതോരാതെ പ്രശംസിച്ച ഒരു സമ്മേളനം. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടുകൾ റോയിട്ടർ ഉൾപ്പെടെയുള്ള ലോകമാധ്യമങ്ങൾ, ഇന്ത്യയിൽ PTI പോലുള്ള മാധ്യമങ്ങൾ, UNI പോലെയുള്ള മാധ്യമങ്ങൾ ഒക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ലോകമെമ്പാടുമുള്ള ദൃശ്യ ശ്രാവ്യ പ്രിന്റ് മാധ്യമങ്ങളിലാകെ കേരളത്തിൻ്റെ തെക്കേറ്റത്ത് ശ്രീനാരായണ ഗുരു എന്നൊരു ഗുരു ജീവിച്ചിരുന്നുവെന്നും ആ ഗുരുവിൻ്റെ ദർശനമാണ് ഏകലോക ദർശനമെന്നും അതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നുള്ള ആ ദർശനം ഒരൊറ്റ ദിവസം കൊണ്ട്, ഇന്ന് സമ്മേളനം നടത്തുമെങ്കിൽ പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ആ സമ്മേളനത്തിൻ്റെ അലയൊലികൾ ലോകമാകെ ഇങ്ങനെ തലങ്ങും വിലങ്ങും വ്യാപരിക്കുന്നതാണ് നമുക്ക് കാണാൻ. അപ്പോൾ അത് വീണ്ടും വീണ്ടും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ അതിന് തീർച്ചയായും വലിയൊരു സുവിശേഷകരുടെ ഒരു പരമ്പര ഉണ്ടാകും. നമുക്കറിയാം 2000-ലേറെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു മതമാണ് ക്രിസ്തു മതം. ഇന്ന് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള മതം, സംഘടിത മതം ഏതെന്ന് ചോദിച്ചാലും യാതൊരു സംശയമില്ല, ക്രിസ്തു മതമാണ്. എന്ന് മാത്രമല്ല അവരുടെ ഡോക്ട്രിൻ, അവരുടെ ദർശനം, ക്രിസ്തു മത ദർശനം പ്രചരിപ്പിക്കുവാൻ 1000-ഓ 10,000-ഓ അല്ല, ലക്ഷങ്ങൾ ആ ഗോസ്പൽ വൃത്തി ചെയ്യുവാൻ, സുവിശേഷം വേല ചെയ്യുവാൻ വേണ്ടി ലക്ഷക്കണക്കായ ആളുകളെ അവർ പരിശീലനം കൊടുത്ത് ലോകമെമ്പാടും വഹിച്ചിരിക്കും. ഇവാഞ്ചലിസം 2020 2020 ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ ഒരു പദ്ധതി ഇട്ടു. 10 വർഷം മുമ്പ് 2010 ഇവാഞ്ചലിസം 2020. ആ ഇവാഞ്ചലിസം 2020 അവർ ലക്ഷ്യമാക്കിയത് ലോകമെമ്പാടും അക്രൈസ്തവർക്കിടയിലേക്ക് കൂടി കടന്നു ചെന്ന് അവരെ മതപരിവർത്തനം ചെയ്ത് ക്രൈസ്തവ ജനസംഖ്യ വർദ്ധിപ്പിക്കും.
നമ്മുടെ നാട്ടിൽ കുടുംബാസൂത്രണം നടപ്പിലായപ്പോൾ പുറംതിരിഞ്ഞു നിന്ന രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളുണ്ട്. ഒന്ന് മുസ്ലിം സമുദായവും, ഇത് ക്യാബിനുള്ളിലായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒന്ന് മുസ്ലിം സമുദായവും, ഒന്ന് ക്രൈസ്തവ സമുദായവും. ആവേശത്തോടുകൂടി രാജ്യത്തിൻ്റെ വിളി കേട്ട് നമ്മൾ രണ്ട് നമുക്ക് രണ്ട് എന്ന നിലയിലേക്ക് കുടുംബത്തെ ചുരുക്കിക്കൊണ്ടുവന്നത് മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. പക്ഷേ അന്നും ഇന്നും ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സമുദായങ്ങൾ ഈ ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവുമാണ്. കാരണം അവർക്ക് പ്രധാനം അവരുടെ മതമാണ്, മതപ്രചരണം. ഹിന്ദു മതം എന്ന് പറയുന്നത് തന്നെ ഒരു യഥാർത്ഥത്തിൽ ഒരു സംഘടിത മതമല്ല, മതമേ അല്ല, ഒരു സംസ്കാരമാണ് എന്ന് നാം വായിച്ചറിഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് രണ്ട് മതങ്ങൾ അങ്ങനെയല്ല. എന്ന് മാത്രമല്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ സോണിയാഗാന്ധി എതിരില്ലാത്ത ശബ്ദമായി ആ ഗവൺമെന്റിനെ പിന്നിൽ നിന്ന് നയിക്കുന്ന ഒരു റിമോട്ട് കൺട്രോളായി പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടി വാരിക്കോരി കുറെ സഹായങ്ങൾ ചെയ്തു. കേരളത്തിലെ ഒരു ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന നടുക്കിരിക്കുന്ന കുട്ടി ഹിന്ദു കുട്ടിയാണെങ്കിൽ അവന് കിട്ടാത്ത സ്കോളർഷിപ്പ് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന മുസ്ലിം കുട്ടിക്കും ക്രിസ്ത്യൻ കുട്ടിക്കും കിട്ടുന്നു. ഗവേഷണ പഠനത്തിന് പോയാൽ അത് അത്തരം ആനുകൂല്യം കിട്ടുന്നു. ഹോസ്റ്റലിൽ താമസിച്ചാൽ അത്തരം ആനുകൂല്യം കിട്ടുന്നു. വിദേശത്ത് പോയി പഠിക്കണമെങ്കിൽ അതിനുള്ള ആനുകൂല്യം കിട്ടുന്നു. ഇതെന്താണ്? ഇത് മതപ്രീണനമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ ഉണ്ട് എന്നുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഉപയോഗിച്ച് സൗകര്യപൂർവ്വം നടത്തുന്ന ഒരു മതപ്രീണനമാണ്. ആ മതപ്രീണനത്തിൻ്റെ ഫലമായിട്ട് മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷം ചെറുതല്ല, അത് വളരെ വലുതാണ്. അതുപോലെ ഇന്നിപ്പോൾ മോഡിയുടെ സർക്കാർ വന്നപ്പോൾ നമ്മുടെ ഭരണകൂടത്തിൻ്റെ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, കേന്ദ്ര ക്യാബിനറ്റ്, ആ കേന്ദ്ര ക്യാബിനറ്റിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനമാണ്. സിംഹഭാഗം എന്നൊക്കെ പറയുന്നത് പോലെ മഹാഭൂരിപക്ഷം സീറ്റുകളിലും തസ്തികകളിലും ബ്രാഹ്മണർ മുതലുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇത് ഇപ്പോ അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു തരത്തിലുള്ള മതപ്രീണനമാണ്. ഇതൊക്കെ മതസൗഹാർദ്ദം തകർക്കുന്ന സംഗതികളാണ്. അപ്പോൾ ആ മതസൗഹാർദ്ദം തകർക്കുന്ന അത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഒഴിവാക്കാനുള്ള പ്രായോഗികമായ നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ജാതീയമായ അവശതകൾ നമ്മൾ നിരന്തരം, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള അവശതകൾ ഇങ്ങനെ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു അന്തരാള കാലഘട്ടത്തിൽ മതം മാറ്റത്തെക്കുറിച്ചൊക്കെ ഇഴവ നേതാക്കന്മാർ വന്ന് ചിന്തിക്കുകയുണ്ടായി. പക്ഷെ അത്തരത്തിലുള്ള മതം മാറ്റത്തിന് അനുകൂലമല്ലായിരുന്നു ലോകത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാകവി കുമാരനാശാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ വെച്ചു. ആ പ്രായോഗിക നിർദ്ദേശങ്ങളെ വിമർശിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും മിതവാദി ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതി. അതിന് മറുപടിയായി കുഞ്ഞിരാമനും മതപരിവർത്തന രസവാദം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ ചില നിർദ്ദേശങ്ങൾ വീണ്ടും വയ്ക്കും. അപ്പം ആ നിർദ്ദേശങ്ങളുടെ ഒരു കാതലായ രൂപം എന്ന് പറയുന്നത്, നമ്മൾ മതസൗഹാർദ്ദം ഒരു സംസ്ഥാനത്തായാലും ഒരു രാജ്യത്തായാലും ലോകത്തെവിടെയായാലും അത് നിലനിൽക്കണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് അവനവൻ്റെ മതങ്ങളെക്കുറിച്ച്, അവൻ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അവനവൻ്റെ മതത്തെക്കുറിച്ച് നന്നായി പഠിക്കുക. രണ്ടാമതായി വേണ്ടത് സഹോദര മതങ്ങൾ, ആ മതങ്ങളെക്കുറിച്ച് പഠിക്കുക. അത് വേണ്ടേ? അവനവൻ്റെ മതത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ, സഹോദര മതങ്ങളെക്കുറിച്ച് പഠിക്കും.
അപ്പോൾ അത്തരത്തിലൊരു പഠനത്തിന് വേണ്ടിയാണ് ഗുരുദേവൻ എൻ്റെ നിർദ്ദേശപ്രകാരം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് 1924 സർവ്വമത സമ്മേളനം നടത്തി. ആ സർവ്വമത സമ്മേളനത്തിൻ്റെ സാരാംശം നമുക്ക് ഗുരുദേവൻ്റെ ആത്മോപദേശത്തിൽ 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങളിൽ ഗുരുദേവൻ അവതരിപ്പിച്ചിരിക്കുന്ന മതദർശനം, ആ മതദർശനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആ 44-ാമത്തെ ശ്ലോകം തന്നെ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പലമതസാരവും ഏകമെന്ന വാക്കിനാണ്. ആ പലമതസാരവും ഏകമെന്ന വാക്കുകൂടി നമുക്കൊരു വാക്യമാക്കി മാറ്റാം. പലമതസാരം ഏകം എന്നുള്ളത് ആ വാക്ക്, ആ സമസ്ത പദം നമുക്കൊരു വാക്യമാക്കി മാറ്റാം. വാക്യമാക്കി മാറ്റിയാൽ അതും ഒരു മഹാവാക്യമാണ്. എല്ലാ മതങ്ങളും സാരാംശത്തിൽ ഒന്ന് തന്നെ. ഈ തത്വം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നില്ലേ, പൊരുതി ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നും പൊരുതാൽ ഒടുങ്ങുകയില്ല എന്ന് പറയുന്നില്ലേ? അപ്പോൾ ഈ മതങ്ങൾ തമ്മിൽ പൊരുതാൻ തുടങ്ങിയാൽ ഒരിക്കലും അത് അവസാനിക്കുന്നില്ല, അത് ഒടുങ്ങുകയില്ല എന്ന് ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ടാണ് ഈ മതദർശനം. അപ്പോൾ ആ സർവ്വമത സമ്മേളനത്തിലെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒന്നാമതായി ചെയ്യാവേണ്ടത് നമ്മുടെ മതത്തെക്കുറിച്ച്, നാം മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, കാരണം നാസ്തികരും നമ്മുടെ ഇടയിലുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മതത്തെക്കുറിച്ച് പഠിക്കുക. രണ്ടാമതായി വേണ്ടത് മറ്റ് മതങ്ങളെക്കുറിച്ച് പഠിക്കുക. മൂന്നാമതായി വേണ്ടത് മറ്റ് മതങ്ങളെ നിന്ദിക്കാതിരിക്കുക. ഉണ്ട് ചങ്ങനാശ്ശേരി NSS കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഫിലോസഫി പ്രൊഫസർ G. സുകുമാരൻ നായർ. നിങ്ങളിൽ മുതിർന്ന തലമുറയിൽപ്പെട്ടവരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കും. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ പ്രസിഡന്റുമാരായവരിൽ ബുദ്ധിജീവിയായിരുന്ന ഒരാളാണ്, രാഷ്ട്രീയക്കാരനല്ല, ബുദ്ധിജീവിയായിരുന്ന ഒരാളാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന S. രാധാകൃഷ്ണൻ. അദ്ദേഹം ഇന്ത്യൻ ഫിലോസോഫിക്കൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മലയാളിയാണ്, ഒരേ ഒരു വൈസ് പ്രസിഡന്റായ മലയാളിയാണ് പ്രൊഫസർ G. സുകുമാരൻ നായർ. അപ്പോൾ ആളിന്റെ വലിപ്പം മനസ്സിലായി. നമ്മളെ എപ്രകാരം വേഗത്തിൽ ഒരു മലയാള പ്രസംഗം ചെയ്യുമോ അതേ വേഗത്തിൽ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. ഞാൻ പ്രസംഗം മലയാളത്തിലും ഇംഗ്ലീഷിലും കേട്ടിട്ടുണ്ട്. അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ശ്രീ കേശവന്റെ മകൻ K. ബാലകൃഷ്ണനെ പോലെ മദ്യത്തിൻ്റെ അടിമയായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ മരിച്ചുപോയ ആളുകളെ കുറിച്ച് ദോഷകരമായി പറയരുത് എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളതെങ്കിലും പറയാതെ വയ്യ. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ കൊച്ചിയിലൊരു ക്ഷേത്രത്തിൽ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ വന്നു. അല്പം മദ്യവും ഉള്ളിലുണ്ട്, അതില്ലാതെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയും. അങ്ങനെ പ്രസംഗം ഇങ്ങനെ കത്തിക്കേറി വന്നപ്പോൾ അദ്ദേഹം ആ ഉച്ചഭാഷണിയിലൂടെ ഈ ഉത്സവപ്പറമ്പെന്ന് പറയുമ്പോൾ തൊട്ട് പിന്നാലെ നടക്കുന്ന കലാപരിപാടികളും ഒക്കെ കാണാൻ വേണ്ടി ആ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരായ ആളുകളൊക്കെ കൂടും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണം, പിന്നെ ഇതിഹാസങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അനശ്വരമായ സമ്പത്താണ്, അക്ഷയ സമ്പത്താണ്. പക്ഷേ എടാ മണ്ടൻ ക്രിസ്ത്യാനി, നിനക്ക് എന്തുകൊണ്ട് ഇത്രയും നീളമുള്ള ഒരു ബൈബിൾ? അദ്ദേഹത്തിന്റെ ലളിതമായ പ്രസംഗവും കൈകൊണ്ടുള്ള ഒരു ആംഗ്യമാണ്. എടാ മണ്ടൻ ക്രിസ്ത്യാനി, നിനക്ക് എന്തുകൊണ്ട് ഇത്രയും നീളമുള്ള ഒരു ബൈബിൾ? ആരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ അദ്ദേഹത്തെ കാറിലേക്കൊന്ന് കയറ്റുവാൻ ശിഷ്യനായ ഞാൻ ഉൾപ്പെടെ, എൻ്റെ പരിചയക്കാരുൾപ്പെടെ എല്ലാവരും നിന്നാണ് കയറ്റിയത്. കാരണം അവിടെ നിന്ന് ക്രൈസ്തവർ സംഘടിച്ച് തൊട്ടു പുറകെ വന്നു. കാരണം അകത്തേക്ക് കയറ്റി കഴിഞ്ഞു. ഒരാൾ താഴ്ന്നിരുന്ന ജില്ലിനിടയിലൂടെ കൈയിട്ട് ഒരു കുത്തു കൊടുത്തു. അപ്പോൾ മതസൗഹാർദ്ദത്തിന് ദോഷകരമായ പ്രവൃത്തി അല്ലെങ്കിൽ വാക്കുകൾ നമ്മുടെ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിൻ്റെ പ്രതിഫലനം സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമുക്ക് മറ്റു മതങ്ങളെ
നിന്ദിക്കാതെ ഇരിക്കുക. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്. ആ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂടം ഒരു മതത്തോടും പ്രത്യേക ഫേവർ ചെയ്യാൻ പാടില്ല, പ്രീതി പാടില്ല. ഒരു മതത്തിൻ്റെയും സ്വാധീനം ഒരു സർക്കാരിൽ പാടില്ല. ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. അതാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ജനങ്ങളുടെ ഭരണം, അല്ലാതെ രാജഭരണമല്ല. അതുകൊണ്ട് സർക്കാർ വളരെ ജാഗ്രതയോടുകൂടി എല്ലാ മതങ്ങളെയും സമഭാവനയോടുകൂടി കാണുകയും എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുകയും തുല്യമായി നീതി പങ്കിടുകയും ചെയ്യും. ഇവിടെ തുല്യനീതി പങ്കിടുന്നുണ്ടോ? അവസര സമത്വത്തിന് വേണ്ടി, തുല്യനീതിക്ക് വേണ്ടി നമ്മൾ എത്രയോ കാലമായി മറുപടി കൂട്ടുന്നു. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇതിനൊക്കെ. പക്ഷേ നീതി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു കിട്ടാക്കനിയാണ്. ആത്മീയ രംഗത്ത് അത്തരം അനീതികൾക്കെതിരെ ഉയർന്നു കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമിയുടെ ശബ്ദമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തമ്പുരാൻ കോട്ടയാണെന്ന് ഒരിക്കൽ മാത്രമല്ല പലതവണ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ആ വാക്കിൻ്റെ ആന്തരികാർത്ഥം ഉൾക്കൊണ്ടിട്ടാവും കൊല്ലത്ത് കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ പ്രസിദ്ധീകരണ ശൃംഖലയിൽപ്പെട്ട കേരള ശബ്ദം ഒരു കവർ സ്റ്റോറി ആയിട്ട് കൊടുത്തു. സച്ചിദാനന്ദ സ്വാമിയുടെ ആ പ്രസംഗം കവർ സ്റ്റോറി, സ്വാമിയുടെ ചിത്രം സഹിതം. സാധാരണ ഈ വാരികകളിലൊക്കെ സുന്ദരിമാരായ സിനിമാ നടികളുടെയൊക്കെ ചിത്രമാണ് കവർ കവറായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ തലമുണ്ടനം ചെയ്ത് ഇരിക്കുന്ന സച്ചിദാനന്ദ സ്വാമിയുടെ ചിത്രവുമായിട്ടാണ് 2-3 ലക്കം മുൻപുള്ള കേരള ശബ്ദം പുറത്തു വന്നത്. ഒരു തമ്പുരാൻ കോട്ടയാണ് കേരളത്തിലെ ഭരണകൂടം. അതും പിണറായി വിജയൻ ഭരിക്കുമ്പോൾ, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട പിണറായി വിജയൻ ഭരിക്കുമ്പോഴും ഈ കോട്ടയ്ക്ക് അതൊരിളക്കവും സംഭവിച്ചിട്ടില്ല എന്ന് ഉറക്കെ പറയുവാൻ സ്വാമിക്ക് കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല. ശ്രദ്ധിക്കേണ്ട അധികാരികൾ ശ്രദ്ധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോഴും റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ കവിതയിൽ പറഞ്ഞ പോലെ, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസ്ഡ് ടു സ്ലീപ്പ്, കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഈ ഗാനനം വുഡ്സ് ആർ ലവ്ലി, മനോഹരമാണ്, ഡാർക്കാണ്, ഇരുണ്ടതാണ്, അഗാധമാണ്. പക്ഷേ എനിക്ക് ധാരാളം വാഗ്ദാനങ്ങൾ ഇനിയും പാലിക്കുവാനുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ ഉറക്കത്തിലേക്ക് പോകും മുമ്പ് ഐ ഹാവ് ടു കീപ് ആൻഡ് ഐ ഹാവ് ടു ഗോ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഞാൻ ഉറക്കത്തിലേക്ക് പോകും മുമ്പ് എനിക്ക് അനേക കാലം ഇനിയും സഞ്ചരിക്കുവാനുണ്ട് എന്ന് റോബർട്ട് ഫ്രോസ്റ്റ് എന്ന അമേരിക്കൻ കവി എഴുതുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡയറിയിലെ അവസാനത്തെ കുറിപ്പ് അതായിരുന്നു ഈ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ കവിതയിലെ 4 വരികളായിരുന്നു. അത് പറഞ്ഞ പോലെ കേരളത്തിലെ നാം എല്ലാം ഉൾപ്പെടുന്ന വിഭാഗങ്ങൾക്ക്, ജനവിഭാഗങ്ങളെന്ന് ഞാൻ പറയുന്നുള്ളൂ, ആ ജനവിഭാഗത്തിന് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നേടിയെടുക്കുവാനുണ്ട്. അത് നേടിയെടുക്കുമ്പോൾ മാത്രമേ ഈ രാജ്യത്ത് സമത്വം പുലർന്നുവെന്ന് പറയുവാൻ കഴിയും. ഒരു യഥാർത്ഥ ക്ഷേമരാഷ്ട്രം, ഒരു സോഷ്യലിസ്റ്റ് രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ അടിസ്ഥാനപരമായി വേണ്ടത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. ഈ 3 കണ്ണികളും ഒരുപോലെ ഒത്തുചേരുമ്പോൾ മാത്രമേ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു യഥാർത്ഥ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രം, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്ക് ഉണ്ടാവുകയും. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ബ്യൂറോക്രസി, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇവിടെയെല്ലാം ജനസംഖ്യാനുപാതികമായ ഒരു പ്രാതിനിധ്യം രാജ്യത്തുള്ള എല്ലാ വിഭാഗങ്ങൾക്കും. അതുകൊണ്ടാണ് ജനസംഖ്യാനുപാതികം. 100 പേരുള്ള ഒരു ജനക്കൂട്ടത്തിന് കൊടുക്കുന്ന പ്രാതിനിധ്യം അല്ലല്ലോ 1000 പേരുള്ള ഒരു ജനക്കൂട്ടത്തിന് കൊടുക്കേണ്ടത്. 1000 പേരുള്ളപ്പോൾ പ്രാതിനിധ്യം അതിനനുസരിച്ച് കൊടുക്കും. അതുകൊണ്ടാണ് ജനസംഖ്യാനുപാതികം എന്ന് നമ്മൾ എടുത്തു പറയുന്നത്. അത് സഹോദരനയ്യപ്പൻ്റെ വാക്കുകളാണ്. സഹോദരനയ്യപ്പൻ എഴുതി, പാർട്ടി മാറി ഭരിച്ചാൽ പോരാ, ജാതി മാറി ഭരിച്ചേ തീരും. ഇന്നിപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞു ഇല്ലേ? ചെയ്യുക. സഹോദരനയ്യപ്പൻ അങ്ങനെ പറയാമോ?
പാർട്ടി മാറി ഭരിച്ചാൽ പോരാ, ജാതി മാറി ഭരിച്ചേ തീരൂ എന്ന് സഹോദരനെ ഇപ്പം അങ്ങനെ പറയാമോ എന്ന് നമ്മൾ വെറുതെയെങ്കിലും ചിന്തിച്ചു പോകും. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പാർട്ടി മാറി ഭരിച്ചാൽ മാത്രം പോരാ, ജാതി മാറി ഭരിച്ചേ തീരൂ. കാരണം 20-ലേറെ ക്യാബിനറ്റ് റാങ്കുകളുള്ള കേരളത്തിൽ പകുതിയിലേറെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ഏറ്റവും വലിയ ജനസമുദായമല്ല എന്ന് കൂടി തിരിച്ചറിയുമ്പോൾ സഹോദരനേപ്പൻ്റെ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇതിനെ കാണുവാൻ. അപ്പോൾ മതസൗഹാർദ്ദം ശക്തമായി ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ, ഈ സംസ്ഥാനത്ത് നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് ഗുരുദേവ ദർശനം പഠിക്കുക എന്നുള്ളതാണ്, അത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള അത്തരം പ്രചരണ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാണ് ഇപ്പോൾ നമ്മൾ സുവിശേഷകരെ സൃഷ്ടിച്ച് അവരെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വിടുക എന്നുള്ള ഒരു വലിയ തുടക്കത്തിനാണ് നമ്മൾ ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുന്നത്. നിങ്ങളെയൊക്കെ സുവിശേഷകരായി മാറ്റുകയാണ് അല്ലേ? എന്ത് സുവിശേഷമാണ് പറയുന്നത്? ഗോസ്പൽ ഓഫ് ഗുരുനാരായണൻ. KG ജോസഫിൻ്റെ ഒരു നിത്യചൈതന്യയുടെ സഹപാഠിയായിരുന്ന KG ജോസഫ് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഗോസ്പൽ ഓഫ് ഗുരുനാരായണൻ. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ സുവിശേഷം ആദ്യം 1-ാം ഘട്ടത്തിൽ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നു, 2-ാം ഘട്ടം നമ്മൾ ഭാരതമെമ്പാടും പ്രചരിപ്പിക്കുന്നു, 3-ാം ഘട്ടമായി ലോകരാജ്യങ്ങളിലേക്ക് കടന്നു ചേരും. ഇപ്പോൾ ചെറിയ ചെറിയ സ്പാർക്കുകളാണ്. നമ്മളെ ഗുരുധർമ്മ പ്രചരണ സഭയുടെയും ശിവഗിരി മഠത്തിൻ്റെയും ഒക്കെ യൂണിറ്റുകൾ UK-യിലും അമേരിക്കയിലും മറ്റു പല രാജ്യങ്ങളിലുമുണ്ട്. നാരായണ ഗുരുകുലത്തിൻ്റെ യൂണിറ്റുകൾ പല രാജ്യങ്ങളിലുമുണ്ട്. പക്ഷേ അതൊക്കെ വളരെ ചെറിയ ഒരു തോതിലാണ്. ക്രിസ്തു മതവുമായും ഇസ്ലാം മതവുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഒരു ഓട്ടോറിക്ഷയിൽ കൊള്ളാനും മാത്രമുള്ള ആളുകളുമായിട്ടാണ് പോകുന്നതെങ്കിൽ അവർ വലിയ കണ്ടെയ്നറിൽ പോകാനും മാത്രമുള്ള ആളുകളുമായിട്ട്, അല്ലെങ്കിൽ ഒരു കപ്പൽ നിറച്ചുള്ള ആളുകളുമായിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ധാരാളം സുവിശേഷകർ നമുക്കുണ്ടാകും. അപ്പം ഇവിടെ വേണ്ടത് നമുക്ക് അങ്ങനെയുള്ള ധർമ്മപ്രചാരകരെയാണ്. നമ്മൾ അവരെ വിളിക്കുന്ന പേര് ധർമ്മപ്രചാരകർ. ആ ധർമ്മപ്രചാരകർ എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ആദ്യം ചെയ്യേണ്ടത് അവരുടെ കൺകണ്ട ദൈവമായി ഗുരുദേവനെ കാണുകയും ഗുരുദേവനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഗുരുദേവൻ്റെ മഹാസമാധി കൊണ്ട് ധന്യമായി മാറിയ, പവിത്രമായി മാറിയ ശിവഗിരിയെ നമ്മുടെ തീർത്ഥാടന കേന്ദ്രമായി കാണുക. ഇവിടെ നമ്മൾ വരുന്നത് ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന കാലത്ത് മാത്രമല്ല, നമ്മൾ ഇങ്ങോട്ട് നടത്തുന്ന ഓരോ യാത്രയിലും. ഞാൻ ഇന്നലെ രാത്രി ഓഫീസിൻ്റെ വരാന്തയിൽ വെച്ച് പരിചയപ്പെട്ട തലശ്ശേരിക്കാരനുൾപ്പെടെ കണ്ണൂരുകാരനുൾപ്പെടെ നിങ്ങൾ ഓരോരുത്തരും ഇവിടേക്ക് വരുന്ന ഓരോ യാത്രയും ഒരു തീർത്ഥയാത്രയായി സങ്കല്പിക്കുക. ഇവിടെ ലഭിക്കുന്ന ഗുരുപൂജാ പ്രസാദം അത് ഒരുപക്ഷെ നിങ്ങളുടെ ഗാർഹിക അന്തരീക്ഷത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ അല്പം അതിൻ്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ അളവിലോ രുചിയിലോ അല്പം കുറവ് സംഭവിച്ചാൽ പോലും അതൊരു പ്രസാദമാണ്. ഗുരുവിൻ്റെ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രസാദമാണ് എന്ന സങ്കല്പത്തിൽ അതിലെന്തില്ല എന്ന് അന്വേഷിക്കുന്നതിന് പകരം അതിലെന്തൊക്കെ ഉണ്ട് എന്ന് കണ്ടെത്തുവാനാണ് നാം ശ്രമിക്കുക. നമ്മളിപ്പോൾ ഈ മേശപ്പുറത്ത് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഇരിക്കുന്നു. 2 പേർ ഇതിനെ നോക്കുന്നു. ഒരാൾ നോക്കുമ്പോൾ 3/4 ഗ്ലാസ്സേ ഉള്ളൂ. അയാൾക്കൊരു അതൃപ്തിയാണ്. ഈ ഗ്ലാസ് നിറച്ചില്ല, 3/4 ഗ്ലാസ്സേ ഉള്ളല്ലോ എന്നുള്ള ഒരു അതൃപ്തിയാണ്. രണ്ടാമത് നോക്കുന്നു, അയാൾക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്. ആ സമയത്ത് ഈ 3/4 ഗ്ലാസ്സെങ്കിലും ഉണ്ടല്ലോ, സന്തോഷം, പെരുത്ത സന്തോഷം എന്ന രീതിയിലാണ് അയാൾ അതിനെ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീക്ഷണത്തിലെ വ്യത്യാസമാണ്. നമ്മൾ ഗുരുവിനെ നമ്മുടെ ഈശ്വരനായി സങ്കല്പിച്ചാൽ
ഈശ്വരൻ തന്നെ. അതല്ല, ഇവിടെ വന്നു, തൊഴുതു, പോയി. പോകുന്ന വഴിക്ക് ഏതൊക്കെ ക്ഷേത്രങ്ങളിലും അവിടെ എല്ലാം കയറി ഇറങ്ങി. തെക്കോട്ട് പോകാൻ, തിരുവനന്തപുരത്ത് പോകുകയാണെങ്കിൽ ശരി, എന്നാൽ ഒന്ന് പോത്തൻകോട് വഴി ഒന്ന് പോയേക്കാം. പോത്തൻകോട് വഴി പോയി അവിടെ നിന്ന് നേരെ നാഷണൽ ഹൈവേ കൂടെ വരുന്നു. എന്നാൽ അവിടെ ചെന്ന് വള്ളിക്കാവ് ചെന്ന് അമ്മയെ കൂടെ ഒന്ന് കണ്ട് സാഷ്ടാംഗം പ്രണമിച്ചിട്ടങ്ങ് പോകാം. ഇങ്ങനെ പോയി അവിടെ നിന്ന് കുറേ കൂടെ വടക്കോട്ടി ചെന്നു. അപ്പോൾ അവിടെ ഒരു നേതാവ് ഇരിക്കുന്ന അവിടെയും കയറി ഒന്ന് തൊഴുതിട്ട് പോകാം. ഇങ്ങനെ ഓരോരുത്തരെയും കണ്ടും തൊഴുതും പോകാൻ തുടങ്ങിയാൽ നമ്മൾ ലക്ഷ്യബോധമില്ലാത്തവരായി മാറും. നമ്മുടെ മനസ്സ് തന്നെ ഒരു വികല മനസ്സായി മാറും. അതുകൊണ്ട് ഈ അമ്പെയ്യുന്ന ആള് ഒരു ചെറിയ ഒരു കേന്ദ്രത്തിലേക്കാണ് അമ്പെയ്യുന്നല്ലേ. എത്ര സൂക്ഷ്മമായി നോക്കിയിട്ട് വേണം ആ അമ്പ് അവിടെ ഇത് വിടാൻ. അതുപോലെ സൂക്ഷ്മ ദൃഷ്ടികൾ പായിച്ചുകൊണ്ട് നമ്മൾ ഏതൊന്നിനെയാണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് മാത്രം നമ്മുടെ ശരീരവും മനസ്സും അർപ്പിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഇപ്പം നമ്മുടെ സമൂഹത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഗുരുദേവൻ ശാസനാരൂപത്തിൽ പറഞ്ഞ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് 2 വിഷയത്തിൽ, ഒന്ന് മദ്യത്തിൻ്റെ കാര്യത്തിൽ, ഒന്ന് ജാതിയുടെ കാര്യത്തിൽ. ജാതിയുടെ കാര്യത്തിൽ ഗുരുദേവൻ പറഞ്ഞു, ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്. വേണമെങ്കിൽ ഇത് 3 കൂടെ ചേർത്ത് ഒറ്റ അരുതേ നിർത്തരുത്. ജാതി ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ അരുതായാലും മതി. പക്ഷേ ഓരോ വാക്കിനും പറഞ്ഞിരിക്കുകയാണ്, ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്. അതുപോലെ തന്നെ മദ്യത്തിൻ്റെ കാര്യത്തിലോ, മദ്യം വിഷമാണ്, ലിക്വർ ഈസ് പോയിസൺ. അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്, ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. അത് ആണ് ഗുരുദേവൻ ആദ്യം പറയുന്നത്. ഒരു ശാസ്ത്ര സത്യം ഗുരുദേവൻ ആദ്യം പറയുകയാണ്, ലിക്വർ ഈസ് പോയിസൺ. അത് കഴിഞ്ഞ് പറയുന്നു, അതുകൊണ്ട് അത് പോയിസൺ ആയതുകൊണ്ട് എന്ത് വേണം? മനുഷ്യൻ മനനം ചെയ്യാൻ കഴിവുള്ളവൻ അവൻ ഒരിക്കലും അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇപ്പോ ഇത് 3 ചെയ്യുന്നതിൽ നല്ലൊരു പങ്ക് ആരൊക്കെയാണ്? നമ്മൾ ആരുടെ ഇടയിലാണോ ഇടങ്ങി പ്രവർത്തിക്കുവാൻ ചെല്ലുന്നത് അവരുടെ ഇടയിലൊക്കെ തന്നെയാണ്, അല്ലേ? ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നു, നമ്മുടെ ഉത്സവ നോട്ടീസുകളൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പേജ് മുഴുവൻ ഗുരുദേവ സന്ദേശങ്ങളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വന്ന് അതിനിടയ്ക്ക് എവിടെയെങ്കിലും കാണും മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സരികതന്മാരെ, നിങ്ങളെല്ലാം ഓരോ പ്രദേശത്തു നിന്ന് വരുന്നവരല്ലേ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു ഗുരുമന്ദിരത്തിൽ മദ്യം വിഷമാണത്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നുള്ള സന്ദേശം അച്ചടിച്ച ഒരു നോട്ടീസുമായിട്ട് നിങ്ങൾ ആരെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ഞാൻ 1000 രൂപ സമ്മാനത്തിൽ ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? അച്ചടിക്കില്ല. അതാണ്. അപ്പൊ തലപ്പത്തിരിക്കുന്ന എംബ്രാന്റെ ഇഷ്ടമനുസരിച്ച് എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കുമെന്ന് പറഞ്ഞ പോലെ ആദർശത്തിൽ കള്ളിൽ വെള്ളം ചേർക്കുന്ന ലാഘവത്തോടെ നമ്മൾ ആദർശത്തിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുക, അല്ലേ? പണ്ട് കള്ളിലാണ് വെള്ളം ചേർത്തതെങ്കിൽ ഇപ്പോൾ ആദർശത്തിലാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അതുകൊണ്ട് ഈ ധർമ്മപ്രചാരകരുടെ പണി അത്ര എളുപ്പമല്ല, സുഗമമല്ല. അല്പം കരിമല കയറ്റം കഠിനവൻ്റെ അയ്യപ്പ എന്ന് പറഞ്ഞതുപോലെ കഠിനമാണ്. എരുമേലി പേട്ടതുള്ളും കന്നി അയ്യപ്പന്മാർ ഞങ്ങൾക്ക് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ കരിമല കയറ്റം കഠിനമാണ്. ആ ഓർമ്മയോടുകൂടി വേണം നിങ്ങൾ ചെല്ലാൻ. രണ്ടാമത്, ഇപ്പോൾ നമ്മുടെ പിഞ്ചോമനകൾ ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ സങ്കല്പം എന്താണ്? അവരെല്ലാം പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന കുട്ടികൾ എന്ന രീതിയിലാണ് നമ്മൾ അവരെ കണ്ടിരുന്നത്. ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു. അവൻ്റെ കൂട്ടുകാരൻ വന്ന് അവനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോകും. 15 വയസ്സുകാരൻ കൂട്ടുകാരൻ വന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയാൽ ഒരമ്മയോ അച്ഛനോ ആരെങ്കിലും എതിര് പറയുമോ? വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് അവനെ ഈ വിളിച്ചു കൊണ്ടുപോയവനടക്കം
നിലത്തിട്ട് ചവിട്ടുകയാണ്. ഞാൻ ആ വീഡിയോ കണ്ടു. ഒരു കൈ ഇങ്ങനെ പൊക്കി പിടിക്കുന്നു ഒരുത്തൻ, എന്നിട്ട് ഇവൻ്റെ 6-ാം മാലിക്ക് തന്നെ ചവിട്ടുകയാണ് ഷൂസ് ഇട്ട്. അവൻ യഥേഷ്ടം ചവിട്ടി കഴിയുമ്പോൾ അവൻ മാറുന്നു, ഉടനെ അടുത്ത ആൾ വരുന്നു, അവനും ഇത് തന്നെ ആവർത്തിക്കുന്നു. ഈ 5 പേരും ഇതേപടി ക്രൂരമായി ആ സഹപാഠിയെ ആണ് മർദ്ദിക്കുന്നത്. അടുത്ത് നിൽപ്പോൾ അനുജനെ നോക്കാൻ അസ്ഥികൾ ഇല്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താ ശരിയെന്ന് ഉള്ളൂരെഴുതിയില്ലേ? അപ്പോൾ അതുപോലെയാണ്. അടുത്ത് നിൽപ്പോൾ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവൻ രായി നമ്മുടെ കുട്ടികൾ മാറിയിരിക്കുന്നു. എത്ര ഭയാനകമായൊരവസ്ഥയാണ്. പണ്ട് നമ്മുടെ കാരണവന്മാരായാലും മധ്യവയസ്സിലുള്ളവരായാലും ചെറുപ്പക്കാരായാലും കുടിച്ചിരുന്നത് കള്ളും അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ, തെങ്ങിൻ്റെയോ പനയിലെന്നോ ചെയ്ത് കള്ളും മറ്റുമായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് പേര് പോലും പറയാനറിയാത്ത MDMA, അതിൻ്റെയൊക്കെ ഫുൾ ഫോം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഒരുപക്ഷെ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടുമായിരിക്കും. ഇങ്ങനെയുള്ള രാസവസ്തുക്കൾ ചേർത്ത ഓരോന്നും കഴിച്ച് ലഹരിക്ക് അടിമയായി അമ്മയെ തിരിച്ചറിയാതെ. അതുകൊണ്ടല്ലേ ഒരു വീട്ടിൽ അമ്മയെ ആക്രമിക്കുന്നു, മുത്തശ്ശിയെ കൊല്ലുന്നു, ഇളയ അനുജനെ കൊല്ലുന്നു, കാമുകിയെ കൊല്ലുന്നു. ഇതെല്ലാം നടത്തിയിട്ട് അവൻ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് മദ്യശാലയിൽ പോയി മദ്യപിക്കുന്നു, തിരിച്ചു വരുന്നു, മുഖം മിനുക്കി പൗഡറിട്ട് മുടി ചീകി വെച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്ന ഒരാളിനെ പോലെ അവൻ പറയുകയാണ്, സാറേ ഞാൻ 5 പേരെ കൊന്നു. കൊടും കുറ്റവാളികളെയൊക്കെ കണ്ടുപിടിക്കുവാനുള്ള സൈക്കോളജിയും സോഷ്യോളജിയും എല്ലാം പഠിച്ച പരിശീലനം കിട്ടിയ പോലീസുകാർ പോലും ആദ്യം ഒരു നുണക്കഥയായിട്ടൊരു തമാശയായിട്ടാണ് കരുതിയത്. പക്ഷെ സംഭവിച്ചത് അതൊരു യാഥാർത്ഥ്യമാണ് അവൻ പറഞ്ഞതെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അപ്പം ഇവനൊരു സൈക്കോ പ്രശ്നമാണോ, എന്തെങ്കിലും മാനസിക വിഭ്രാന്തി കൊണ്ടാണോ അങ്ങനെ ചെയ്തതെന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ CJ ജോണിനെ പോലെ അരുൺ B നായരെ പോലെയൊക്കെയുള്ള മനഃശാസ്ത്ര വിദഗ്ധന്മാരെ കൂടെ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ മനസ്സിലായി സുബോധത്തോടു കൂടിയാണ് അവൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷി മരവിച്ച ഒരു സമൂഹത്തിലാണ് ധർമ്മപ്രചാരകർ ധർമ്മപ്രചരണത്തിന് വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും അത്യന്തം ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് വയ്ക്കുവാനും മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയും. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മധുര കോളേജിൽ പഠിക്കുന്ന കാലത്ത് C. കേശവൻ, ഗുരുദേവൻ്റെ ഗൃഹശിഷ്യന്മാരുള്ള C. കേശവൻ്റെ മകൻ K. ബാലകൃഷ്ണൻ കോളേജ് യൂണിയൻ്റെ ചെയർമാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമരത്തിൽ പങ്കെടുത്തേ പറ്റൂ. ബ്രിട്ടീഷുകാരൻ്റെ പട്ടാളം എന്ന് പറഞ്ഞാൽ ബൂട്ട്സ് ഇട്ട് ചവിട്ടുന്ന പട്ടാളമാണ്. അവരുടെ മുന്നിലേക്കാണ് ഈ സമരം നയിച്ച് ചെല്ലേണ്ടത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സ് അല്പം ഒരു ചാഞ്ചല്യമുണ്ടായി. ആ സമരം നയിച്ച് പോകും മുമ്പ് അച്ഛനോട് ഒരു അനുവാദം ചോദിക്കുക, അച്ഛൻ്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്യാം എന്ന് വെച്ച് അച്ഛന് ഒരു കമ്പി അടിച്ചു. അന്ന് ഇന്നത്തെ പോലെ ടെലിഫോൺ വിളിച്ച് പറയാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ട്രങ്കോളൊക്കെ ബുക്ക് ചെയ്താൽ ലോട്ടറി അടിക്കുന്ന പോലെ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല കിട്ടിയില്ല. അപ്പോൾ ഒരു കമ്പി സന്ദേശം അയച്ചു. ആ കമ്പി സന്ദേശത്തിന് C. കേശവനെ അറിയാമല്ലോ, കോടഞ്ചേരി പ്രസംഗം നടത്തിയ C. കേശവൻ. സർ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന സർവാധികാരിയായ ദിവാൻ ഇരിക്കുമ്പോൾ സർ CP രാമസ്വാമി അയ്യർ എന്ന ഹിന്ദു അല്ല ജന്തു എന്ന് പറഞ്ഞ C. കേശവൻ. മുക്കുക, എത്ര അപകടം പിടിച്ച വാക്കുകളാണ്. സർ CP രാമസ്വാമി അയ്യർ എന്ന ഹിന്ദു അല്ല ജന്തു. പിന്നെ പ്രസംഗവേദിയിൽ നിന്നിറങ്ങുമ്പോൾ പോലീസുകാരെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ ചായയും കാപ്പി കടിയും മേടിച്ചു കൊടുക്കുമോ? അതാ പുട്ടും പഴവും കൊടുക്കുമോ? എന്താ കൊടുക്കുന്നത്? അല്ല, ഇടി കൊടുക്കുമല്ലേ, ചവിട്ടും കൊടുക്കും. പിന്നീട് അദ്ദേഹം ജയിലടയ്ക്കപ്പെട്ടു. പക്ഷെ ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിൽ വിമോചനായപ്പോൾ ആലപ്പുഴ കിടങ്ങാമ്പർ മൈതാനത്ത് വെച്ച് അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുത്തു.
അന്ന് മലയാള മനോരമയുടെ പത്രാധിപർ മാമൻ മാപ്പിള, അതോ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണോ, ഒരു ചെറിയ ഓർമ്മക്കുറവുണ്ട്, അദ്ദേഹത്തെ വിശേഷിപ്പത് സിംഹളസിംഹം സി കേശവൻ. ആ സി കേശവനോടാണ് ഈ മകൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്: അച്ഛാ, ഞാൻ സമരത്തിന് നേതൃത്വം കൊടുക്കണോ വേണ്ടയോ? അച്ഛൻ്റെ മറുപടി രണ്ടേ രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ: ഗോ എഹെഡ്, ഗോ എഹെഡ്, ഗോ എഹെഡ്. മുന്നോട്ട് പോവുക, മുന്നോട്ട് പോവുക, മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് വേണം, നമുക്ക് അതിനുള്ള എക്യുപ്മെൻറ്റ്സ് വേണം. അതുണ്ടാകണമെങ്കിൽ ഗുരുദേവകൃതികൾ, നമ്മുടെ വേദപുസ്തകം ഗുരുദേവകൃതിയാണ്. ചില ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഈ രാജ്യത്തുള്ള കുറഞ്ഞ 2 പത്രമേലും വാങ്ങി വായിക്കുന്നുണ്ട്. 2 വാരികയെങ്കിലും കാണും, കുറേ പുസ്തകങ്ങളും കാണും. പക്ഷെ ആ കൂട്ടത്തിൽ ആകെ പരിധി നോക്കിയാലും ആ ശ്രീനാരായണീൻ്റെ വീട്ടിൽ ഗുരുദേവൻ്റെ ഒറ്റ വാള്യമായി കിട്ടുന്ന സമ്പൂർണ്ണ കൃതികൾ ഉണ്ടാവില്ല. പക്ഷെ സ്നേഹിതരെ, നിങ്ങളൊരു പാവപ്പെട്ട മുസ്ലിമിൻ്റെ, ഒരു ആനവായൻ ചെറ്റക്കുടിൽ താമസിക്കുന്ന ഒരു മുസ്ലിമിൻ്റെയോ ഒരു ക്രിസ്തുവിൻ്റെയോ വീട്ടിൽ ചെന്നാൽ, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെന്നാൽ, റേഷൻ കാർഡ് മാത്രമേ ഉള്ള വീട്ടിൽ കൂടെ ഒരു പുസ്തകം കൂടെ കാണും, വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ, ഇല്ലേ? ആ സ്ഥാനത്താണ് നമ്മൾ. ഗുരുദേവകൃതി ഇല്ല. ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ? അതല്ലേ സത്യം. ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുവാൻ പറ്റുമോ? നമ്മുടെ ആയുധം എന്താ? ഗുരുദേവകൃതിയാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള പരിശീലനമാണ് പഠനം. അപ്പോൾ മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ 3 ഭാഷകളിൽ അന്ന് ഒരേ ഒരാൾ മാത്രമേ കൃതികൾ എഴുതിയുള്ളൂ, അത് ഗുരുദേവന്. അപ്പം അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങളൊരു 10ാം ക്ലാസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ BA ആയിരിക്കാം, MA ആയിരിക്കാം. നിങ്ങൾ ഓപ്ഷണലായിട്ട് സംസ്കൃതം പഠിച്ചിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ ഓപ്ഷണലായി സംസ്കൃതം പഠിച്ചാൽ പോലും ഗുരുദേവകൃതികൾ വായിക്കുന്നതിന് ആ പഠനം പര്യാപ്തമല്ല. അപ്പോൾ പിന്നെ ആശ്രയിക്കാവുന്നത് എന്താണ്? 4 നൂറ്റാണ്ടോളം സൂചിമനയിൽ തപസരിക്കുന്നത് പോലെ ഇരുന്ന് ഗുരുദേവകൃതികൾ ആപാദചൂടം പഠിച്ച് 10 വാള്യങ്ങളായി വ്യാഖ്യാനിച്ച ബാലകൃഷ്ണൻ നായരെയോ, പ്രൊഫസർ ബാലകൃഷ്ണൻ നായരെയോ, അല്ലെങ്കിൽ MS ശാസ്ത്രി സാറിനെയോ, അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഗുരുദേവകൃതികൾക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള എല്ലാവരും, നടരാജഗുരു, നിത്യനിധി, മുനിനാരായണ പ്രസാദ്, സച്ചിദാനന്ദ സ്വാമി, ഇങ്ങനെയുള്ള എല്ലാവരും എഴുതിയിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണോ കരഗതമാകുന്നത് അതൊക്കെ വാങ്ങി വായിക്കുകയും പഠിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഫുള്ളി എക്വിപ്ഡ്, പൂർണ്ണമായും നിങ്ങൾ സജ്ജരായി, ഒരു ഭടനെ പോലെ. ഒരു ഭടൻ പോകുമ്പോൾ അയാളുടെ മാറാപ്പിൽ കുറേ യുദ്ധോപകരണങ്ങൾ കാണും, ഇല്ലേ? അയാളുടെ കാലിൽ കിടക്കുന്ന ഷൂസ് പോലും ഒരു യുദ്ധോപകരണമാണ്, അയാളുടെ കയ്യിലിരിക്കുന്ന യുദ്ധോപകരണമാണ്. അതുപോലെ സമ്പൂർണ്ണ സജ്ജരായിട്ട് വേണം നമുക്ക് ഈ അംഗത്തിന് തുടക്കം കുറിക്കുവാൻ. അതിന് നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ വ്യത്യസ്ത പ്രായത്തിലുള്ളവരാണ്. ചിലരൊക്കെ അവരുടെ കർമ്മകാണ്ഡത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞവരാണ്. ടോൾസ്റ്റോയുടെ പ്രസിദ്ധമായ യുദ്ധവും സമാധാനവും എന്ന കൃതിയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, 40 വയസ്സ് വരെ വിവാഹം കഴിക്കരുത്. അത് വായിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു പോയ ഒരാളാണ് ഞാൻ. 30 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചു പോയി. അതുകൊണ്ട് കൂടുതൽ നന്മകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു ദുഃഖമുണ്ട്. പക്ഷേ ടോൾസ്റ്റോയ് പറഞ്ഞ ഒരു സത്യമാണ്, നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രനായിരിക്കുന്ന പ്രായമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ യൗവനയുക്തമായ, നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജം പ്രസരിക്കുന്ന കാലഘട്ടം, അതാണ് യൗവനം. അത് 40 വയസ്സ് വരെയുള്ള സമയം. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യുവാവായിരിക്കുമ്പോൾ, ഊർജ്ജസ്വനായിരിക്കുമ്പോൾ ചെയ്യുക. അതുകൊണ്ട് ആ പ്രായത്തിലുള്ളവർ താരതമ്യേന ഇവിടെ കുറവാണ്. ചില ആളുകളൊക്കെ ഉണ്ട്, ചിലർ 50, 60 ഒക്കെ കഴിഞ്ഞവരാണ്. ഷഷ്ടിപൂർത്തിയിൽ എത്തിയവർ കാണും, സപ്തതിയിൽ വരെ എത്തിയിട്ടുള്ള ആളുകൾ. പക്ഷേ
പ്രായം കേവലം അക്കങ്ങളാണ്, മനസ്സാണ് പ്രധാനം. മൈൻഡ് ഈസ് പവർഫുൾ എന്ന് വന്നാൽ നിങ്ങൾക്ക് ഏത് യുദ്ധത്തിലും ജയിക്കാം. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് യുദ്ധത്തിലും ജയിക്കാം. നെപ്പോളിയൻ പറഞ്ഞില്ലേ, അസാധ്യമെന്ന വാക്ക് ഡിക്ഷണറിയിൽ നിന്ന് മാറ്റൂ. ഇംപോസിബിൾ എന്നുള്ളതിലെ IM മാറ്റുക, പോസിബിൾ. ഇമ്പോസിബിൾ, അസാധ്യം എന്നുള്ള വാക്കിലെ ആദ്യത്തെ Iയും M മാറ്റി കഴിഞ്ഞാൽ എന്തായി? പോസിബിളായി. അതുപോലെ പോസിബിളായിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നല്ല ധർമ്മഭടന്മാരെ, ശിവഗിരിയുടെ ധർമ്മഭടന്മാരായി നിങ്ങൾ പിന്നീട് ധർമ്മഭടന്മാരെ സൃഷ്ടിക്കുന്നവരായി മാറും. ഞാൻ DPEPയിലും സാക്ഷാ സമിതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാക്ഷാ സമിതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഞാനൊരു പ്രോജക്റ്റ് ഓഫീസറായി. ഞങ്ങൾ ബിരുദധാരികളെയും ബിരുദാനന്തധാരികളുമായ ചെറുപ്പക്കാരെ റോ മെറ്റീരിയൽസാണ്, അവരെ എടുക്കും. എന്നിട്ട് അവർക്ക് പരിശീലനം കൊടുക്കും. പരിശീലനം കൊടുത്തിട്ടാണ് അവരെ ക്ലാസ് എടുക്കാൻ പോലും വിടുന്നത്, സർവേ എടുക്കാൻ വിടുന്നത്, ക്ലാസ് എടുക്കാൻ വിടുന്നത് ഒക്കെ അങ്ങനെ. അതുപോലെ നിങ്ങൾ താഴേക്കടയിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേരിട്ട് ഒരാളെ അയക്കാതെ, സുകുമാരൻ സാറ് നേരിട്ട് അവിടെ വരാതെ, നിങ്ങൾക്ക് അവിടെ സുകുമാരന്മാരായി മാറിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൂടി സംഭവിക്കണം. അങ്ങനെ ഈ 2025 അവസാനിക്കും മുമ്പ് തന്നെ ഒരു ധർമ്മപ്രചരണ വിപ്ലവം കേരളത്തിൽ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ള മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അഹുമനിഷത്ത് മന്ത്രം, ഉത്തിഷ്ഠത ജാഗ്രത, ഉണരുക, ജാഗ്രതയായിരിക്കുക. നന്ദി, നമസ്കാരം, സ്നേഹാദരങ്ങളോടെ.